ഇത് സമയമായാൽ നിസ്കരിക്കൽ ലാസിമ, അല്ലാത്ത പക്ഷം കരുതലും നിർബന്ധമാ. സമയം ഖളാ ആകുന്നതിനും മുമ്പിത് ഞാൻ നിസ്കരിക്കാം എന്നുമാ കരുതേണ്ടത്. കരുതാതെ വഖത്തിൽ തന്നെ നിർവഹിച്ചാലത് അവൻ ദോഷി തന്നെന്നാണ് നിയമം ഉള്ളത്. പ്രശ്നങ്ങളേതും പരിഹരിക്കാൻ ഏറ്റവും ഉതകുന്നതാ നിസ്കാരമെന്ന നിയമവും അൽ ബഖറയിൽ നീ നോക്കിയാൽ കാണുന്നതാ. അത് വസ്തഈനു തൊട്ട് നീ ഓതേണ്ടതാ. യാ റബ്ബനാ ഖൈറിൻ്റെ ബാബ് തുറന്നുതാ, ഉന്മേഷമായി കടക്കാൻ അതിൽ തൗഫീഖ് താ. ഒഴുകുന്ന നദി എന്നാണ് ഉപമ ഹദീസതിൽ, കുളിക്കുന്നു ദിവസവും 5 നേരം ഒരാളതിൽ, എന്നാൽ അയാൾ കഴുക്കൊന്നുമില്ലത് പോലെയാ. നിസ്കാരവും തെറ്റൊക്കെ നീക്കാൻ തന്നെയാ. ചോദിച്ചൊരാൾ ഇബ്ലീസിനോടായി പണ്ട്, ഞാൻ നിന്റെ രീതിയിലാകുവാൻ കൊതിയുണ്ട്, എന്തൊക്കെയാണതിനെന്ത് ഞാൻ ചെയ്യേണ്ടത്? നിസ്കാരമൊക്കെ ഒഴിക്കലാ വേണ്ടുന്നത് എന്നാണ് അയാൾക്ക് ജവാബ് കൊടുത്തത്. തൻബീഹ് 95 നോക്കതിലുണ്ടിത്. ഖബറിൽ സിറാജ മാത്രമല്ലിത് മോരിസാ. മുൻകർ നക്കീറോടും ജവാബിന് ജാലസാ. അമലും കബൂലാകുന്നതിനിത് വേണ്ടതാ, പ്രാർത്ഥനയ്ക്ക് ഇജാബത്തും ഇതിൽ ബന്ധിച്ചതാ. ഇതുകൊണ്ട് ജസദിന് റാഹത്തും ലഭിക്കുന്നതാ, കൂടാതെ റിസ്ക്കിൽ ബറക്കത്തും കാണുന്നതാ. ശത്രുക്കളോട് എതിർക്കുന്നതിനിത് മെച്ചമാ, അത് ആയുധം എന്നും ഹദീസിൽ വ്യക്തമാ. കൂടാതെ നീചനികൃഷ്ടമായത് സകലതും തടയുന്നതാണെന്നാണ് ഖുർആൻ വന്നതും. പാലം കടക്കാൻ ഏറ്റവും ഉതകുന്നതാ, മീസാനിലേറ്റം ഭാരവും ഇതിനുള്ളതാ. തണലായി വരും കൂടാതെ താജ ശിരസതിൽ, അതുമാത്രമല്ല പ്രകാശമാം മുൻഭാഗമിൽ സ്വർഗത്തിലേക്ക് കടക്കുവാൻ താക്കോലിത. ഇവയൊക്കെയും തിരുവചനമിൽ തന്നുള്ളതാ.